എന്റെ കൂടെ തന്നെ വന്നത് എല്ലാവരും ഇപ്പൊ വരും. ഇവിടെ ഇപ്പൊ വരും. നോക്കാം. രമണിയെ തങ്കപ്പ ഓടി രമണിയെ തങ്കപ്പ സുശീലൻ കളിക്കാൻ സമ്മതിക്കൂല. ഇന്നലെ കണ്ടോ സീരിയല്ലേ? നമ്മുടെ ഇന്ദുവിനെ കഷ്ടപ്പെടുന്നുണ്ടോ ദുഷ്ടൻ. അവന്റെ തല ഇടുത്തി വീഴും. അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ കടലിൽ ചവിട്ടിത്താക്കി. എന്താ എന്താണ് ഇവിടെ ഒരു ബഹളം? രമണിയെ നമ്മളെ മെമ്പർ വന്നടിയാ. ഇന്നലെ എന്തൊരു മീനാണ് വാങ്ങിച്ചത്? ചൂര. അതിലൊക്കെ വിഷം റെഡി പറയണത്. എന്തെല്ലാണ് വിഷം ഇല്ലാത്തത്? ചന്തയിൽ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. മുടിഞ്ഞ വിലയാ. ഇമാര് നോട്ട് തിരിഞ്ഞ് ജീവിക്കാൻ പറ്റണ്ടായി. സ്കൂളിൽ പോയേക്കാ അവക്കിപ്പോ കല്യാണാലോചനയൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം 10ാം ക്ലാസ്സിലല്ലേ പഠിക്കണം? ഓ 10ാം ക്ലാസ്സിലൊക്കെ തന്നെ. ആ സമയം 10:30. കാപ്പി കുടിക്കാം. ഇല്ലണാക്കെ എന്റെ മാപ്പിള ഇന്നലെ കുടിച്ചോണ്ട് വന്ന് കഞ്ഞിക്കുള്ള നല്ല വിശപ്പെടുത്താം. എടാ നീ ഇന്നലെ ടിവി കണ്ട? ജോളി എന്ന് പറഞ്ഞ ഒരുത്തി 6 പേരെ വിഷം കൊടുത്തു തന്നെ. അതിന് അഴുക്ക കൊമ്പല്. അവള് കൊണ്ടു നിന്റെ മാപ്പിളക്കിലുള്ള വിഷം കൊടുത്തില്ലല്ലോ. എന്റെ തല മൊത്തം വേണം. വലിയ വേണം കണക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ തറക്കല്ലിടല മുഖ്യമന്ത്രിയൊക്കെ വരുന്നുണ്ട്. എല്ലാരും സെറ്റ് സാരി വേണം ഉൾക്കൊണ്ട് വരാൻ കേട്ടോ. അടുത്താഴ്ച നമ്മുടെ പാർട്ടിയുടെ സമ്മേളന ഞങ്ങളങ്ങ് പോകും. അക്കൗണ്ടിൽ കാശ് അത് പിന്നെ പറയണോ? നിങ്ങൾ അക്കൗണ്ടിൽ 10 പോലെ തന്നെ എത്തിയിരിക്കും. ഇതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജനങ്ങളുടെ നന്മയ്ക്ക് ഉപയോഗിക്കാതെ പാർട്ടിക്കൊണ്ടിരിക്കുന്നു. കോടീശ്വരന്മാരുടെ തോട്ടങ്ങൾ മഴക്കാലങ്ങളിൽ വൃത്തിയാക്കി സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നു. ഇതിനൊക്കെ ഗവൺമെന്റ് ഞങ്ങളെ കാശുണ്ടാക്കിയല്ലേ? എങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ജീവിക്കുന്നല്ലോ. ഇതിലൂടെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, തൊഴിലുറപ്പ് പദ്ധതി നല്ലതാണ്. അതിലെ ഒഴിവാക്കാം. എല്ലാരും വേസ്റ്റ്
എന്റെ പൊന്നു മോനെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ സ്കൂളിൽ പോയതാ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായി മധ്യമാനസം, അതിൽ മലിനമായൊരു ഭൂമിയും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. മാലിന്യം റോഡുകളും തോടുകളും വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ മലിനമാക്കുന്നു. നമുക്ക് ഈ മാലിന്യം നിക്ഷേപിക്കാതെ നമുക്കൊരു മാലിന്യ വിമുക്ത കേരളത്തിനായി ഒന്നായി അണിചേരാം. അതെ, നമുക്ക് ഒന്നായി അണിചേരാം. ഒന്ന് നിന്നെ. എത്ര ദിവസമായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നീ എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇല്ല, എനിക്ക് പഠിക്കണം. ഇതെന്താന്ന് കണ്ടോ? പെട്രോളാ. എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതൊഴിച്ച് ഞാൻ നിന്നെ കത്തിക്കും. വേണ്ട, നീ കയറിക്കേ. എന്റെ പുതിയ വീഡിയോ കാണിച്ചേ. കയറിക്കോ. അമ്പൂരിയിലാ വീട്. ഇറങ്ങേ. കൊള്ളാം. ചേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞല്ലോ. അതെ, ചേട്ടൻ എന്നോട് ഇഷ്ടമായിരുന്നില്ലേ? പിന്നെ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്. വീട്ടുകാരെയും നാട്ടുകാരെയും പറഞ്ഞു പറ്റിച്ചിട്ട് എന്റെ ജീവിതം തൊലച്ചിട്ട് ഇപ്പൊ എന്നെ വേണ്ടെന്നോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു നിന്നോട്. അത് നിന്നോട് അങ്ങനെ ചെയ്യില്ലല്ലോ നിന്നോട്. ആസിഡൊഴിച്ചും തീ കൊളുത്തിയും കൊല്ലുന്ന അവസ്ഥ, അതും നമ്മുടെ നാട്ടിൽ. അറിവും വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിരുന്നിട്ടും കൂടുതൽ സമ്പത്തിന് വേണ്ടി ജാതിയും മതവും മാറിയതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുന്ന അവസ്ഥ, അതും നമ്മുടെ നാട്ടിൽ. ഗോമാതാവിനെ ദൈവത്തെ പോലെ കാണണം. അതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഗോമാതാവ് നമ്മുടെ അമ്മയാണ്. അമ്മയ്ക്ക് വില പേശുകയോ അതിനെ കൊല്ലുകയോ ചെയ്താൽ അവരെയൊക്കെ കൊന്നു കളയണം. ദൂരത്തെ പശു ജീവിക്കാൻ വേണ്ടി ചെയ്ത തൊഴിലാ നിനക്ക് ഈ ഗതി വന്നല്ലോ.
അവൻ അച്ഛനെ പോലെ ഇരിക്കണം. അമ്മേ ഓമന തിങ്കൾ ഇടാവോ നല്ല ഓമള താമര പൂവോ. ശൈശവം, ബാല്യം, കൗമാരം, യുവത്വം. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? മനസ്സിൽ നിന്ന് ആവൃതാകറ്റൂ. നിനക്ക് എന്തോന്ന് സ്വസ്ഥത കുറവാണ് ഇവിടെ ഉള്ളത്? അച്ഛനും അമ്മയും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? അച്ഛനമ്മേ, എനിക്കിവിടെ സന്തോഷം തോന്നില്ല. എനിക്ക് ഈ കാലഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടണം. അതിന് ദൈവത്തിൽ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം? എന്തോ ദൈവം? ആരാ ഈ ദൈവത്തെ പറ്റി പറഞ്ഞേ? ദൈവമാണ് പോലും ദൈവം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റടാ മോനെ നിനക്ക്? തള്ളേ, ഒന്നും പറ്റില്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ പറയുന്നേ. എനിക്ക് എന്റെ ഓഹരി നാളെ തന്നെ തരണം. തരാം. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് തന്നെയാ. അതിന്റെ അവകാശം ചോദിച്ചുകൊണ്ട് മറ്റാരും ഇവിടെ വരില്ല. ഇതെല്ലാം നോക്കി നടത്തുമെങ്കിൽ നാളെ തന്നെ നിനക്കെല്ലാം എഴുതി തരാം. ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളെ കർത്താവ് കാത്തോളൂ. സ്വന്തം, എല്ലാം എനിക്ക് സ്വന്തം. എന്നെ ഇനി ആരും തടയില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാം. ആരും തടയില്ല. മക്കളെ നിൽക്കുവിൻ, തിരിഞ്ഞൊന്നു നോക്കുവിൻ, നിങ്ങൾ ഉയർക്കൊണ്ട മണ്ണേത് മണ്ണ്. മാതാപിതാക്കന്മാരോടുള്ള കടമ നിർവഹിച്ചോ നീ? എന്തിന്? സ്വത്തിന് വേണ്ടി സ്വന്തം അപ്പനെ അമ്മനെ കൊന്ന നിനക്ക് ദുരിതം. അത് ഞാൻ സഹിച്ചു. എളിമ, ധർമ്മം, ദയ അതൊന്നുമില്ലാതെ നിനക്ക് സന്തോഷം ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കും. അപ്പനെയും അമ്മയെയും കൊന്ന നിനക്ക് ദുരിതം. ഈ ശാപം നിനക്ക് ബാധിക്കട്ടെ. കുടുംബങ്ങൾ തമ്മിലടിച്ചു തകർക്കുന്നു ബന്ധങ്ങൾ. സ്നേഹത്തിൻ മുൻകതിർ തേടി കേടുന്നു മാതാപിതാക്കൾ. സ്വാർത്ഥമ പണത്തിനായി ചവിട്ടി വേദിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാം കുടുംബങ്ങൾ തമ്മിലടിച്ചു തകർക്കുന്നു ബന്ധങ്ങൾ. സ്നേഹത്തിൻ മുൻകതിർ തേടി കേടുന്നു മാതാപിതാക്കൾ. സ്വാർത്ഥമ പണത്തിനായി ചവിട്ടി മേദിക്കുന്നു. പ്രതീക്ഷ. അതെ, ഞാൻ യുവാവ്. അവരുടെ വാഗ്ദാനം, മാറ്റത്തിന്റെ എല്ലാം തുടക്കം. നിങ്ങളെല്ലാം പ്രതീക്ഷയിൽ. നീ പറഞ്ഞതെല്ലാം ശരി. നിനക്കതിനുള്ള കഴിവുണ്ട്. അതെ, എനിക്കതിനുള്ള കഴിവുണ്ട്. പണമുണ്ട്, പദവിയുണ്ട്, സൗന്ദര്യമുണ്ട്. എന്റെ പിന്നാലെ അനുയായികളുമുണ്ട്. എന്നെ ആർക്കും ഒന്നും സാധിക്കില്ല. ആർക്കും. നീ എന്റെ കൂടെ വന്നാൽ ഈ ലോകത്തിന്റെ കൈക്കുമ്പിളാക്കുന്ന വിദ്യ ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വന്നാൽ രാഷ്ട്രത്തെ എങ്ങനെ ഒറ്റുകൊടുത്ത് പണം ഉണ്ടാക്കാമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വന്നാൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, റിയൽ എസ്റ്റേറ്റ്, മദ്യം, മയക്കുമരുന്ന്, വാണിഭം, തീവ്രവാദം ഇതെല്ലാം നിനക്ക് തരാം. നീ ഞാൻ പറയാൻ അനുസരിക്കണം. അല്ലെങ്കിൽ നിന്റെ മകളുടെയും ചിത്രങ്ങൾ ബ്ലൂടൂത്ത് വഴി എല്ലാ മൊബൈലിലെത്തും. അയ്യോ, ഇനി ഞങ്ങളെ ഉപദ്രവിച്ച് മതിയായില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. അതൊന്നും എനിക്കറിയണ്ട. നീ ഇനി വഴങ്ങണം. അറിയാതെ തന്നെ. അമ്മേ, ഇനി നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഈ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും. പേടിക്കണ്ട, അമ്മ ഒരു വഴി കണ്ടിട്ടുണ്ട്.
വർഗവന്തമാ ഇവിടെ അവസാനിച്ചു. ഇതുപോലെ എത്ര എത്ര ജീവിതങ്ങൾ. നീ വിചാരിച്ചാൽ ഞങ്ങളുടെ നേതാവിനെ വിജയിപ്പിക്കാൻ സാധിക്കും. അത് നിനക്കേ സാധിക്കൂ. കാലുമാറ്റത്തിന്റെയും നിലയുറപ്പിന്റെയും രാഷ്ട്രീയം. അതെ, അവൻ ജീവിച്ചിട്ട് നമ്മളെ പാർട്ടിക്ക് ആപത്ത്. അവനെ കൊല്ലണം, കൊന്നു തള്ളണം. അതെ, അവരെ കൊല്ലണം. അതെ, അവരെ കൊല്ലണം. നമ്മുടെ ജീവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി നിനക്ക് ഈ ജീവന് ഒരാവശ്യമില്ല. നിനക്ക് വയസ്സായി, അതുകൊണ്ട് നിന്റെ അധികാരം മറ്റൊരാൾക്ക് കൈമാറണം. നിനക്ക് പണമില്ല, പദവിയില്ല, സൗന്ദര്യമില്ല, പ്രതാപവുമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന് തീരുമാനിച്ചു, നിന്നെ ഉപേക്ഷിക്കാൻ, എന്നേക്ക് പോയി ഉപേക്ഷിക്കാൻ. കുറച്ച് വെള്ളം തരുമോ? ദേഹവാസികളായ മൃഗങ്ങളാൽ പുഴുത്തു മാറുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പോയി ദാഹിക്കുന്നു. നിന്റെ ഈ ബന്ധത്തിൽ ആനന്ദം കണ്ടെത്തിയവരവിടെ? എനിക്കറിയില്ല. നാടിനെ ഒറ്റുകൊടുത്തതിന്റെ ശാപം. നശിപ്പിക്കപ്പെട്ടവരാണ്. നീ നശിപ്പിച്ച അമ്മ പെങ്ങന്മാരുടെ തീരരോധനങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നീ നൽകിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നശിച്ചു പോയവരുടെ ശാപം. നിന്റെ മാംസം ഭക്ഷിക്കുവാനായി കാക്കയും കഴുകനും വട്ടമിട്ട് പറക്കുന്നു. ഒരു നേരത്തെ അന്നത്തിനായി ചെന്നായ്ക്കൾ ഓരിയിടുന്നു. വയലുകളും കുളങ്ങളും മരങ്ങളും വികസനത്തിന് വേണ്ടി നികത്താനും മുറിക്കാനും കാട്ടുകള്ളന്മാർക്ക് തീർപ്പെഴുതി കൊടുത്ത രാഷ്ട്രീയ നേതാക്കളെ ആർത്തി വരുത്താൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന മത നേതാക്കന്മാരുടെ അന്ത്യത്തിന് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത കാമപ്രാന്തന്മാരെ നിലയ്ക്ക് നിർത്താൻ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇലക്ട്രോണിക് ഹൈടെക് യുഗത്തിൽ മനുഷ്യബന്ധത്തിന്റെ മൂല്യച്ചുതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജനിപ്പിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന മക്കൾക്ക് ശാപമോക്ഷം കിട്ടാൻ